ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നത് ഒരു ചെറിയ കഥയുമായിട്ടാണ്. ഇതൊരു ഇൻസ്പിറേഷണൽ ആണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ചിന്തിച്ചാൽ ഇതിൽ ലൈഫുമായി വളരെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പലരും കേട്ടിട്ടുള്ള ഒരു കഥ തന്നെ ആയിരിക്കും. എന്നാലും നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രോഗ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ഫ്രോഗ് ഒരു വലിയ ഹിൽ ടോപ്പ് കണ്ടപ്പോൾ അതിലേക്ക് കയറണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ മറ്റുള്ള ടൈനി ഫ്രോഗ്സൊക്കെ, ചെറിയ ഫ്രോഗ്സൊക്കെ പറയും, നിന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല, കാരണം നമ്മളെപ്പോലുള്ളവർക്ക് അത്രയും ഹൈറ്റഡ് ആയിട്ടുള്ള ഒരു മൗണ്ടൻ്റെ ടോപ്പിലെത്താൻ ഒരിക്കലും കഴിയില്ല, അതുകൊണ്ട് നീ ഈ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചേക്കൂ എന്ന് പറയുന്നു. അതൊന്നും കേൾക്കാതെ പതുക്കെ ഈ ഒരു ഫ്രോഗ് ഇതിൻ്റെ ഓരോ ചുവടുകളായി വെച്ച് വളരെ വഴുക്കേറിയ സ്ലിപ്പറി ആയിട്ടുള്ള ഒരു മൗണ്ടൻ ടോപ്പാണ്. അതിൽ ചെറിയ കാലുകൾ കൊണ്ട് കഷ്ടപ്പെട്ട് വലിഞ്ഞ് കുറച്ച് കയറി, പിന്നെ എക്സോസ്റ്റഡായി ടയേർഡായി ഒരിടത്തിരുന്ന്, അത് കഴിഞ്ഞ് വീണ്ടും മുന്നേക്ക് കയറി ഇങ്ങനെ മുഴുവൻ ഹിൽ ടോപ്പിലെത്തി. അപ്പോഴാണ് എന്തുകൊണ്ടാണ് ആ തവള ഇത്രയും ഇവരൊക്കെ പറഞ്ഞതൊന്നും മൈൻഡ് ചെയ്യാതെ കയറിപ്പോയതെന്ന് വെച്ചാൽ, ഇവർ വിളിച്ച വിളികളൊന്നും ആ തവള കേട്ടില്ല. കാരണം തവളയുടെ കാത് കേൾക്കില്ലായിരുന്നു, ഡെഫായിരുന്നു. ഓക്കെ, അപ്പോൾ ഡെഫായതുകൊണ്ട് തൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലിൽ ആത്മവിശ്വാസത്തോടു കൂടി ആ തവള സ്വന്തം കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഈ കഥ നമ്മളെ സൂചിപ്പിക്കുന്നത്, വായിച്ചറിഞ്ഞ കഥകളാണ്. അപ്പോൾ ഈ കഥ സൂചിപ്പിക്കുന്നത്, നമുക്കെതിരെ പലതും പറഞ്ഞു വരും, അല്ലെ നെഗറ്റീവ് പറഞ്ഞു വരും. നമ്മൾ ചിലപ്പോൾ നമ്മളൊരു ഡ്രസ്സ് എടുത്തിട്ട് മറ്റുള്ളവരോട് നമ്മൾ ചോദിക്കുകയാണ് ഇതെങ്ങനെയുണ്ടെന്ന്. നമ്മൾ ചോദിക്കാതെ തന്നെ ചിലപ്പോൾ അവരിങ്ങോട്ട് വന്ന് പറയും, ഇത് കൊള്ളില്ല, വേറൊരു കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യായിരുന്നില്ലേ, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. നമ്മളൊരു വീടില്ലാത്തവർ ഒരു വീട് വയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, അയ്യോ എടുക്കരുത്, ലോണൊക്കെ എടുത്ത് വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഒരു എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ, എത്ര പഠിച്ചാലും വലിയ മാർക്കൊന്നും കിട്ടില്ല, നമ്മൾ വെറുതെ പഠിക്കാന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ജീവിതത്തിൻ്റെ പല വഴികളിൽ നമ്മൾ എവിടെ കാലെടുത്ത് വെച്ചാലും നമുക്കെതിരെ ഒരു നല്ലതും പറയാത്ത കുറേ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടല്ലേ. അപ്പോൾ ഈ ലോൺ എടുക്കുന്നത് നല്ലതാണെന്നല്ല ഞാൻ ഇതിനകത്ത് പറഞ്ഞു വരുന്നത് കേട്ടോ. ലോണൊക്കെ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം എടുക്കേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് തിരിച്ചടയ്ക്കാനുള്ള ഒരു മാസവരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ലോണിലേക്കൊക്കെ നമ്മൾ പോകാവൂ. ഞാൻ പക്ഷേ ഈ കഥയുടെ ഭാഗമായിട്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് നിങ്ങളോടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം കേട്ടോ. ഒരു വീട് വയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെയായാലും കുറച്ച് കടമൊക്കെ വരും. അപ്പോൾ ഒരു ചെറിയ ലോണൊക്കെ എടുത്താൽ മാത്രമേ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ ഒരു വീടിൻ്റെ സ്വപ്നമൊക്കെ പൂർത്തിയാക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസം തരുന്ന കാര്യങ്ങൾ, നമ്മളൊരു ടീച്ചിങ് പ്രൊഫഷന് വേണ്ടി ഞാൻ ജോലി അന്വേഷിച്ച് നടന്ന സമയങ്ങളിൽ ആരോടെങ്കിലും ജസ്റ്റ് ഒരു അഭിപ്രായം ചോദിക്കാൻ പോകുമ്പോൾ അവർ പറയും, ഇവിടെയൊക്കെ ആർക്ക് കിട്ടാനാണ്. ഇപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയിലാണല്ലോ ജോലിക്ക് തിരക്കി കിടന്നത്. ഇവിടെയൊക്കെ ഇംഗ്ലീഷൊക്കെ നല്ല ഫ്ലുവൻസി ഉള്ളവർക്ക് മാത്രമേ ജോലി കിട്ടുകയുള്ളൂ. ഇനി അഥവാ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഹിന്ദി അറിയണം, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ. അതിൽ അപൂർവം 1-2 ആൾക്കാർ മാത്രമാണ് സുധ ട്രൈ ചെയ്യൂ, നിങ്ങൾക്ക് എവിടെയായാലും ചിലപ്പോൾ കിട്ടിയേക്കാം, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകൂ എന്നൊക്കെ പറയുന്നത് അപൂർവം ആൾക്കാരിൽ 1-2 മാത്രമായിരിക്കും അങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ തന്നെ 1-2-3 പ്രാവശ്യം ആലോചിച്ച് ആ തീരുമാനത്തിലേക്ക് എത്തുക. നമുക്ക് പിന്നെ തോന്നുന്നു ഇന്ന വ്യക്തിയുമായി ഷെയർ ചെയ്താൽ നമ്മുടെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ മാറ്റു കൂടും, അല്ലെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം ഒന്നുകൂടെ ബൂസ്റ്റപ്പ് ആവും എന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാരോട് മാത്രം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ കഥ വളരെയധികം ഇൻസ്പയറിംഗ് ആയി എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി ഇത് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ലോഗുമായി ഉടനെ നമുക്ക് കാണാം. എല്ലാ ഫ്രണ്ട്സിനും സുഖം തന്നെയല്ലേ? അപ്പോൾ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട്, ഓക്കെ, സീ യു, ടേക്ക് കെയർ.